2013 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതത്തിലെ നിർണായകമായ വർഷമായിരുന്നു. വരാൻ പോകുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് റൊണാൾഡോ. ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ബ്രസീലിൽ വച്ചാണ് 2014 ലോകകപ്പ് നടക്കാൻ പോകുന്നത്. ലോകകപ്പിലേക്ക് യോഗ്യത നേടുക എന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. യോഗ്യതാ റൗണ്ടിൽ പോർച്ചുഗൽ ഉൾപ്പെട്ടിരുന്നത് ഗ്രൂപ്പ് എഫിലായിരുന്നു. റഷ്യ, ഇസ്രയേൽ, വടക്കൻ അയർലൻഡ്, അസർബൈജാൻ, ലക്സംബർഗ് എന്നിവരായിരുന്നു ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. ചെറിയ ടീമുകളെ കടത്തിവെട്ടി റൊണാൾഡോ നയിക്കുന്ന പറങ്കിപ്പട ചുവടുവെച്ച് കയറുന്ന കാഴ്ച കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വടക്കൻ അയർലൻഡിനോട് സ്വന്തം മൈതാനത്ത് സമനില വഴങ്ങിയതും ഇസ്രായേലിനോട് 2 തവണ അപ്രതീക്ഷിതമായി സമനില വഴങ്ങേണ്ടി വന്നതും പോർച്ചുഗലിന് വലിയ തിരിച്ചടിയായി. ഇതിനു പുറമെ കരുത്തരായ റഷ്യയോട് അവരുടെ മൈതാനത്ത് വെച്ച് 1-0 എന്ന സ്കോറിന് പോർച്ചുഗൽ പരാജയപ്പെടുകയും ചെയ്തു. ഇനി ബ്രസീലിലേക്ക് വിമാനം കയറാൻ അവരുടെ മുന്നിലുള്ള ഒരേയൊരു വഴി കടമ്പകളേറിയ പ്ലേ ഓഫ് മത്സരങ്ങൾ വിജയിക്കുക എന്നത് മാത്രമാണ്. പ്ലേ ഓഫ് നറുക്കെടുപ്പ് നടന്നപ്പോൾ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ശ്വാസമടക്കി പിടിച്ചു നിന്നു. കാരണം പോർച്ചുഗലിന് എതിരാളിയായി വന്നിരിക്കുന്നത് യൂറോപ്യൻ കരുത്തരായ സ്വീഡനാണ്. അച്ചടക്കമുള്ള അവരുടെ ഡിഫെൻഡിംഗ് ലൈനും മിന്നൽ വേഗതയിലുള്ള പ്രത്യാക്രമണങ്ങളും ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ പോന്നതാണ്. പക്ഷേ അവരുടെ യഥാർത്ഥ കരുത്ത് മുന്നേറ്റ നിരയെ നയിക്കുന്ന സാക്ഷാൽ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് എന്ന ഇതിഹാസ താരം തന്നെയായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും സ്വീഡിഷ് ഇതിഹാസം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചും പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നു. 2 ഇതിഹാസ താരങ്ങളിൽ ഒരാൾക്ക് ബ്രസീൽ ലോകകപ്പ് കാണാനാകില്ല എന്ന സത്യം ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തി. ഞാനില്ലാത്ത ലോകകപ്പ് കാണാൻ യാതൊരു രസവുമുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ച് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് സ്വീഡിഷ് ആരാധകരുടെ ആവേശം വാനോളമുയർത്തി. മാധ്യമങ്ങൾ ആ പോരാട്ടത്തെ റൊണാൾഡോയും സ്ലാറ്റനും തമ്മിലുള്ള ഒരു ഗ്ലാഡിയേറ്റർ യുദ്ധമായി ചിത്രീകരിച്ചു. 6 അടി 5 ഇഞ്ച് ഉയരമുള്ള ഇബ്രാഹിമോവിച്ച് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു. പറന്നുനിന്ന് അമാനുഷികമായ ഗോളുകൾ നേടാൻ കഴിവുള്ള, ഏത് കോണിൽ നിന്നും പന്ത് വലയിലെത്തിക്കാൻ കഴിവുള്ള സ്ലാറ്റൻ എന്ന 6 അടിക്കാരൻ ലോകത്തെ എല്ലാ പ്രതിരോധ നിരയ്ക്കും പേടി സ്വപ്നമാണ്. അയാളെ കേന്ദ്രീകരിച്ചായിരുന്നു സ്വീഡന്റെ മുഴുവൻ തന്ത്രങ്ങളും മെനഞ്ഞിരുന്നത്. മറുഭാഗത്ത് രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ചുമലിലേറ്റി റൊണാൾഡോ കഠിനമായ തയ്യാറെടുപ്പിലായിരുന്നു. അഹങ്കാരിയെന്നും സ്വാർത്ഥനെന്നും മുദ്രകുത്തി തന്നെ വേട്ടയാടിയ ലോകത്തിനു മുന്നിൽ തന്റെ രാജ്യത്തോടുള്ള ആത്മാർപ്പണം തെളിയിക്കാനുള്ള അവസരമാണിതെന്ന് അവൻ അറിയാമായിരുന്നു. 4 വർഷമായി മെസ്സി കൈയടക്കി വെച്ചിരിക്കുന്ന ലോക ഫുട്ബോളർക്കുള്ള സിംഹാസനം തിരിച്ചുപിടിക്കാൻ ഇതിലും മികച്ചൊരു വേദി അവന് ലഭിക്കാനില്ല. നവംബർ 15 പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ റൊണാൾഡോയുടെ ഒറ്റ ഗോളിന്റെ മികവിൽ പോർച്ചുഗൽ വിജയം നേടി. എന്നാൽ അന്തിമ വിധി നിർണയിക്കുന്ന യഥാർത്ഥ യുദ്ധം നടക്കാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. നവംബർ 19 സ്വീഡനിലെ ഫ്രണ്ട്സ് അരീന സ്റ്റേഡിയം ആ മഹാപോരാട്ടത്തിനായി ഒരുങ്ങി. 10,000 വരുന്ന സ്വീഡിഷ് കാണികൾക്ക് മുന്നിൽ നടക്കുന്ന നിർണായകമായ 2ാം പാദ മത്സരം. അവിടെ വിജയിക്കുന്നവർ ബ്രസീലിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കും. തോൽക്കുന്നവർ കണ്ണീരോടെ പുറത്താകും. ആവേശത്തോടെ തന്നെ മത്സരം തുടങ്ങി. മരവിപ്പിക്കുന്ന തണുപ്പിലും മൈതാനത്ത് തീ പാറുകയാണ്.
ആദ്യ പകുതിയിൽ ഇരു ടീമുകളും പ്രതിരോധ കോട്ടകൾ തീർക്കുന്നു. ഗോളുകളൊന്നും പിറക്കാതെ ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും രണ്ട് ടീമിന്റെയും ആരാധകർ വലിയ പിരിമുറക്കത്തിലായി. താമസിയാതെ രണ്ടാം പകുതി ആരംഭിച്ചു. 50-ാം മിനിറ്റിൽ പോർച്ചുഗീസ് താരം ജാവോ മൗട്ടീഞ്ഞോ നൽകിയ ഒരു ത്രൂ പാസ് സ്വീകരിച്ച് റൊണാൾഡോ സ്വീഡിഷ് പ്രതിരോധത്തെ കീറിമുറിച്ച് മുന്നേറുകയാണ്. ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ ഇടങ്കാൽ കൊണ്ടൊരു തകർപ്പൻ ഫിനിഷിംഗ്. ഗോൾ. പോർച്ചുഗൽ മുന്നിൽ. സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 68-ാം മിനിറ്റിൽ ഒരു അവിശ്വസനീയ ഹെഡറിലൂടെ സ്ലാറ്റൻ സ്വീഡന് സമനില നേടിക്കൊടുത്തു. ആ ഞെട്ടൽ മാറുന്നതിന് മുൻപ് വെറും 4 മിനിറ്റുകൾക്ക് ശേഷം സ്വീഡൻ അനുകൂലമായി ബോക്സിനു പുറത്തുനിന്നും ഒരു ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നു. സ്ലാറ്റന്റെ ബൂട്ടുകളിൽ നിന്നും പാഞ്ഞ വെടിയുണ്ട പോർച്ചുഗീസ് വലയുടെ വലത് മൂലയിൽ തന്നെ ചെന്ന് തറച്ചു. സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്കോർ 2-1. ഇനി ഒരു ഗോൾ കൂടി അടിച്ചാൽ സ്വീഡൻ ബ്രസീലിലേക്ക് പറക്കും. പോർച്ചുഗൽ പുറത്താകും. താരങ്ങളും കാണികളും ഒരേപോലെ ഉൾക്കിടിലം കൊണ്ട നിമിഷം. കളിയുടെ 77-ാം മിനിറ്റ്. മധ്യനിരയിൽ നിന്ന് നീട്ടിക്കിട്ടിയ പന്തുമായി ഒരു വേട്ടപ്പുലിയെപ്പോലെ അവൻ സ്വീഡിഷ് പ്രതിരോധ നിരയിലേക്ക് ഇരച്ചു കയറി. പോർച്ചുഗീസ് നായകന്റെ ബൂട്ടിൽ നിന്നും വീണ്ടും ഒരു ബുള്ളറ്റ് ഷോട്ട്. ഗോൾ. സ്കോർ 2-2. സ്വീഡിഷ് ആരാധകർ സ്തംഭിച്ചു. പക്ഷേ റൊണാൾഡോ അവിടെയും നിർത്തുന്നില്ല. സമനില ഗോളടിച്ച് വെറും 2 മിനിറ്റുകൾക്ക് ശേഷം 79-ാം മിനിറ്റിൽ ആ അന്തിമ പ്രഹരം വരുന്നു. ഇത്തവണ സ്വീഡിഷ് പ്രതിരോധത്തെയും ഗോൾ കീപ്പർ ഇസാക്സനെയും അനായാസം മറികടന്ന് വലയുടെ മുകൾ ഭാഗത്തേക്ക് അവൻ പന്തടിച്ചു കയറ്റി. ഹാട്രിക്. അതെ, നിർണായക ജീവൻ മരണ പോരാട്ടത്തിൽ റൊണാൾഡോ തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയിരിക്കുന്നു. വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ തന്റെ ഒറ്റ ചിറകിലേറ്റി റൊണാൾഡോ ലോകകപ്പിലേക്ക് പറക്കുകയാണ്. സ്വീഡനെതിരായ ആ ഐതിഹാസിക പ്രകടനത്തിന്റെ അലയൊലികൾ അവസാനിക്കും മുൻപേ ഫുട്ബോൾ ലോകം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. ആ ഒരൊറ്റ വർഷത്തിൽ മാത്രം റൊണാൾഡോ 59 മത്സരങ്ങളിൽ നിന്നും 69 ഗോളുകളാണ് നേടിയത്. 4 നീണ്ട വർഷങ്ങളായി വിമർശകരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ റൊണാൾഡോയെ തേടി ഒടുവിൽ ആ വലിയ കിരീടം വന്നെത്തി. 2014 ജനുവരി 13 സൂറിച്ചിൽ നടന്ന ഫിഫ പുരസ്കാര വേദിയിൽ വച്ച് ആ പ്രഖ്യാപനം നടത്തി. 2013 ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള ബാലൻ ഡിയോർ പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേദിയിലെത്തിയ റൊണാൾഡോ തന്റെ മകൻ ക്രിസ്ത്യാനോ ജൂനിയറിനെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. മൈതാനത്തെതിരാളികളെ നിർദ്ദയം വേട്ടയാടുന്ന ഫുട്ബോളറുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ഹൃദയത്തെയും സ്പർശിച്ചു. തന്നെ എഴുതിത്തള്ളിയവർക്കും അഹങ്കാരിയെന്ന് വിളിച്ചവർക്കും മുന്നിൽ സ്വന്തം ചോരയും നീരും നൽകി അവൻ പൊരുതി നേടിയ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അത്. ഈ നേട്ടത്തിനു പിന്നാലെ പോർച്ചുഗീസ് സർക്കാർ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതികളിലൊന്നായ ഗ്രാൻഡ് ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് പ്രിൻസ് ഹെൻറി നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ഈ നേട്ടത്തിനു പിന്നാലെ യൂറോപ്പ് കീഴടക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം.
റയൽ മാഡ്രിഡ് തങ്ങളുടെ 10ാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷങ്ങളായിരുന്നു. 2014 മെയ് 24-ന് റൊണാൾഡോയുടെ സ്വന്തം നാടായ പോർച്ചുഗലിലെ ലിസ്ബണിൽ വെച്ചായിരുന്നു ഫൈനൽ. എന്നാൽ ഇതിനു മുൻപ് റൊണാൾഡോയുടെ ഇടത് കാൽമുട്ടിന് ഗുരുതരമായൊരു പരിക്കേറ്റിരുന്നു. കളിച്ചാൽ കരിയർ തന്നെ അവസാനിച്ചേക്കാമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് വകവയ്ക്കാതെ അവൻ കളത്തിലിറങ്ങി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കാൽമുട്ടിലെ പരിക്ക് കാരണം ഓരോ ചുവടുവയ്പിലും വേദന അനുഭവിച്ചിട്ടും റയൽ മാഡ്രിഡ് 12 വർഷമായി കാത്തിരിക്കുന്ന 10ാമത്തെ യൂറോപ്യൻ കിരീടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ റൊണാൾഡോ വേദന സംഹാരികളുടെ പിൻബലത്തിൽ മൈതാനത്തിലിറങ്ങി. മത്സരം തുടങ്ങി 36-ാം മിനിറ്റിൽ തന്നെ ഡീഗോ ഗോഡിനിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യ ഗോൾ നേടി റയലിനെ ഞെട്ടിച്ചു. കളിയുടെ 90 മിനിറ്റും പിന്നിട്ട് ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുമ്പോൾ സ്കോർ ബോർഡിൽ അത്ലറ്റിക്കോ തന്നെയായിരുന്നു മുന്നിൽ. റയൽ മാഡ്രിഡ് പരാജയം മുന്നിൽ കണ്ട് പതറുകയായിരുന്നു. എന്നാൽ 93-ാം മിനിറ്റിൽ സെർജിയോ റാമോസിന്റെ ഒരു ഹെഡറിലൂടെ റയൽ മാഡ്രിഡ് നാടകീയമായി സമനില പിടിച്ചു. അതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അവിടെ റയൽ മാഡ്രിഡിന്റെ യഥാർത്ഥ കരുത്ത് ലോകം കണ്ടു. തളർന്നുപോയ അത്ലറ്റിക്കോ പ്രതിരോധത്തെ കീറിമുറിച്ച് ഗാരത്ത് ബെയിലും മാർസലോയും ഗോളുകൾ നേടിയതോടെ റയൽ മാഡ്രിഡ് 3-1 മുന്നിലെത്തി. വിജയമുറപ്പിച്ച ആ ഫൈനലിൽ റൊണാൾഡോയുടെ ഒരു അന്തിമ മുദ്ര കൂടി പതിയാനുണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ 120-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചു. പരിക്കിന്റെ വേദനകളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ആ കിക്കെടുക്കാനവൻ പന്തിനരികിലെത്തി. റഫറിയുടെ വിസിൽ മുഴങ്ങിയതും കോരിത്തെരിച്ചു നിൽക്കുന്ന സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് ഒരു വെടിയുണ്ട കണക്കെ പന്തവൻ അത്ലറ്റിക്കോയുടെ വലയിലാക്കി. ചാമ്പ്യൻസ് ലീഗിലെ ആ സീസണിൽ റൊണാൾഡോയുടെ 17ാമത്തെ ഗോളായിരുന്നു അത്. ഒരു സീസണിൽ ഇത്രയും ഗോളുകൾ നേടുന്ന ആദ്യത്തെ താരമെന്ന വലിയ റെക്കോർഡും റൊണാൾഡോ കുറിച്ചു. വിജയത്തിന്റെ ആവേശത്തിൽ ഗാലറിയെ ലക്ഷ്യമാക്കി കുതിച്ചോടിയ അവൻ അലറിക്കൊണ്ട് തന്റെ ജേഴ്സി ഊരിയെറിഞ്ഞു. ക്യാമറകൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച് സർവ്വപേശികളും വികസിപ്പിച്ചു കാണിച്ച് ഒരു സിംഹത്തെപ്പോലെ റൊണാൾഡോ അലറി വിളിച്ചു. ആ സീസണിലുടനീളം താൻ അനുഭവിച്ച വേദനകളുടെയും കരിയർ അവസാനിക്കുമെന്ന് ഭയപ്പെടുത്തിയ പരിക്കിന്റെയും എല്ലാറ്റിലുമുപരി തന്റെ നാടിന് മുന്നിൽ വെച്ച് ക്ലബിന് ചരിത്ര നേട്ടം സമ്മാനിക്കാൻ കഴിഞ്ഞതിന്റെയും ആവേശത്തിലായിരുന്നു അയാൾ. അത്ലറ്റിക്കോ മാഡ്രിഡിന് തകർത്ത് യൂറോപ്പിന്റെ രാജാവായി മാറിയതിന് തൊട്ടു പിന്നാലെ 2014-ലെ ബ്രസീൽ ലോകകപ്പിന് തിരിതെളിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും റൊണാൾഡോയുടെ ഇടത് കാൽമുട്ടിലെ പരിക്ക് വഷളായിരുന്നു. ലോകകപ്പിൽ കളിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അല്ലാത്ത പക്ഷം എന്നേക്കുമായി ഫുട്ബോൾ മൈതാനത്തോട് വിട പറയേണ്ടി വരുമെന്നും മെഡിക്കൽ വിദഗ്ധർ തീർത്തു പറഞ്ഞു. എന്നാൽ അയാൾക്ക് തന്റെ രാജ്യത്തെ തനിച്ചാക്കാൻ കഴിയില്ലായിരുന്നു. എന്റെ രാജ്യത്തിന് എന്നെ ആവശ്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ച് ഇടത് കാൽമുട്ടിൽ വലിയൊരു ബാൻഡേജും ചുറ്റിയവൻ ബ്രസീലിലേക്ക് വണ്ടി കയറി. പക്ഷേ വേദന സംഹാരികൾക്ക് പരിക്കിനെ പൂർണ്ണമായും മറച്ചുപിടിക്കാനായില്ല. ലോകകപ്പിൽ തന്റെ പൂർണ്ണ ഫോമിലേക്ക് ഉയരാൻ കഴിയാതെ റൊണാൾഡോ പാടുപെട്ടു. ഗ്രൂപ്പ് ഘട്ടത്തിൽ
കരുത്തരായ ജർമ്മനിയോടേറ്റ കനത്ത തോൽവി പോർച്ചുഗലിന്റെ വിധി നിർണയിച്ചു. ഒടുവിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്നും കണ്ണീരോടെ പുറത്തായി. മൈതാനത്ത് വേദന കടിച്ചമർത്തി നിൽക്കുന്ന റൊണാൾഡോയുടെ ചിത്രം ആരാധകർക്ക് വലിയ നൊമ്പരമായി മാറി. പരിക്കവനെ പൂർണ്ണമായും തളർത്തിയെന്നും ഇനി പഴയ റൊണാൾഡോയാകാൻ അവന് കഴിയില്ലെന്നും ഫുട്ബോൾ നിരൂപകർ വിധിയെഴുതി. ലോകകപ്പിലെ പരാജയത്തിന് പിന്നാലെ പ്രൊഫഷണൽ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളാണ് റൊണാൾഡോയെ കാത്തിരുന്നത്. റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ്, ഏഞ്ചൽ ഡി മരിയ, സാബി അലോൺസോ തുടങ്ങിയ മികച്ച താരങ്ങളെ മറ്റ് ക്ലബ്ബുകൾക്ക് വിറ്റഴിച്ചത് റൊണാൾഡോയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ക്ലബിന്റെ ഈ ട്രാൻസ്ഫർ നയങ്ങൾക്കെതിരെ പരസ്യമായവൻ പ്രതികരിച്ചു. ഞാനായിരുന്നു ക്ലബിന്റെ ചുമതലയിലുണ്ടായിരുന്നതെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയാകുമായിരുന്നില്ല എന്ന് റൊണാൾഡോ തുറന്നടിച്ചത് സ്പാനിഷ് മാധ്യമങ്ങളിൽ വലിയ വിവാദമായി. റൊണാൾഡോയുടെ വ്യക്തിജീവിതവും വലിയ തകർച്ചയിലൂടെയാണ് ഇക്കാലത്ത് കടന്നുപോയത്. 5 വർഷത്തോളം നീണ്ടുനിന്ന പ്രണയത്തിനു ശേഷം വിശ്വപ്രസിദ്ധ റഷ്യൻ സൂപ്പർ മോഡലായ ഐറീന ഷെയ്ക്കുമായുള്ള റൊണാൾഡോയുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയത് ഇതേ കാലത്താണ്. പരസ്യചിത്രങ്ങളിലെ തിരക്കുകളും പാപ്പരാസികളുടെ ഇടപെടലുകളും റൊണാൾഡോയുടെ കുടുംബവുമായുള്ള ഐറീനയുടെ സ്വരച്ചേർച്ചയില്ലായ്മയുമൊക്കെയായിരുന്നു പ്രണയത്തകർച്ചയ്ക്ക് കാരണമായത്. റൊണാൾഡോയുടെ അമ്മയുടെ 60ാം പിറന്നാളാഘോഷത്തിൽ പങ്കെടുക്കാൻ ഐറീന വിസമ്മതിച്ചതാണ് അവർ തമ്മിൽ ഇത്രയും പെട്ടെന്ന് പിരിയാൻ കാരണമെന്നും അവധി ആഘോഷങ്ങൾക്കിടയിൽ വെച്ച് ഇരുവരും തമ്മിൽ വലിയ വാക്കുതർക്കങ്ങളുണ്ടായെന്നും സ്പാനിഷ് ടാബ്ലോയിഡുകൾ വലിയ വാർത്ത നൽകി. ഫുട്ബോൾ ലോകത്ത് വലിയ അഭ്യൂഹങ്ങൾ പടരുന്നതിനിടയിൽ ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം ഐറീനയുടെ പ്രതിനിധികൾ തന്നെ ആ സത്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിച്ചു. അവരൗദ്യോഗികമായി വേർപിരിഞ്ഞിരിക്കുന്നു. പരിക്കും ലോകകപ്പിലെ ദുരന്തവും മാനേജ്മെന്റുമായുള്ള പോരും പ്രണയത്തകർച്ചയും കൂടിയായപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പൂർണ്ണമായും തകർന്നു പോകുമെന്ന് ലോകം കരുതി. എന്നാൽ വേദനകളെ കാലുകളിലെ കരുത്താക്കി മാറ്റാൻ പഠിച്ച ആ പോരാളി 2014-2015 സീസണിന്റെ തുടക്കത്തിൽ വീണ്ടും പച്ചപ്പുൽ മൈതാനത്തേക്ക് പഴയ വീര്യത്തോടെ തന്നെ തിരിച്ചുവന്നു. സ്പാനിഷ് ലീഗിൽ വെറും 178 മത്സരങ്ങളിൽ നിന്നും 200 ഗോളുകൾ തികയ്ക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ താരമായി അവൻ മാറി. കളിക്കളത്തിനു പുറത്തും റൊണാൾഡോയുടെ വ്യക്തിപ്രഭാവം പടർന്നിരുന്നു. 2014 ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ പ്രശസ്തമായ ടൈം മാഗസിൻ റൊണാൾഡോയെ ഉൾപ്പെടുത്തി. അതേ വർഷം മെയ് മാസത്തിൽ സ്പോർട്സ് മാർക്കറ്റ് റിസർച്ച് കമ്പനിയായ റെപ്യൂകോം ലോകത്തെ ഏറ്റവും വിപണി മൂല്യമുള്ളതും ജനപ്രീതിയുള്ളതുമായ ഫുട്ബോൾ താരമായി റൊണാൾഡോയെ തെരഞ്ഞെടുത്തു. തുടർന്ന് ജൂലൈയിൽ പ്രീമിയം ഷർട്ടുകളും ഷൂസുകളും പുറത്തിറക്കിക്കൊണ്ട് അവൻ തന്റെ സ്വന്തം ഫാഷൻ ബ്രാൻഡായ CR7 കൂടുതൽ വിപുലീകരിച്ചു. ഒരേ സമയത്ത് തന്നെ കളിക്കളത്തിലും പുറത്തും റൊണാൾഡോ കളം നിറഞ്ഞു നിന്നു. വീഴ്ചകളിൽ നിന്നും പ്രണയനൈരാശ്യങ്ങളിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു പറന്ന ആ പറങ്കിപ്പട നായകൻ വരാനിരിക്കുന്ന അടുത്ത പോരാട്ടങ്ങൾക്കായി പൂർണ്ണ സജ്ജനായി കഴിഞ്ഞിരുന്നു.